ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡൊമിനിക് അരൂർ തിരക്കഥ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 28 മോഡൽ റിലീസായി തിയേറ്ററെത്തിയ ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ 5ാമത്തെ ശനിയാഴ്ച കൂടിയ 31ാം ദിവസമാണ് ഇന്ന് പിന്നിട്ടിരിക്കുന്നത്. സിനിമ 30ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയെ അപേക്ഷിച്ച് ഇന്ന് ഇരട്ടിയിലധികം കളക്ഷൻ കേരളത്തിൽ നേടിയെടുത്തിരിക്കുകയാണ്. ഇന്നലെ ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 70 ലക്ഷം രൂപയായിരുന്നുവെങ്കിൽ ഇന്ന് 1,50,00,000 റേഞ്ചിലാണ് കളക്ഷൻ സാധ്യത വന്നിട്ടുള്ളത്. ഇന്നലെ വരെയുള്ള ആദ്യ 30 ദിവസം കൊണ്ട് കേരളത്തിൽ 108,66,00,000 സ്വന്തമാക്കിയ ഈ സിനിമ ഇന്നത്തെ കളക്ഷനോടെ കേരളത്തിൽ 110 കോടിക്ക് മുകളിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിലും ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് ഈ സിനിമ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ് ഇത് സൂചന നൽകുന്നത്. കാരണം നാളെ ഞായറാഴ്ചയും അതുപോലെ തന്നെ പൂജ അവധി ദിനങ്ങളും ഒക്കെ തന്നെ സിനിമയ്ക്ക് മികച്ച കളക്ഷൻ വീണ്ടും നേടിയെടുക്കാനാകും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും അത്യാവശ്യം മികച്ച കളക്ഷൻ ഇപ്പോഴും ഈ സിനിമയ്ക്ക് ലഭിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 300 കോടി നേടിയെടുക്കാൻ വരും ദിവസങ്ങളിൽ നിഷ്പ്രയാസം നേടിയെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഷെയ്ൻ നിഗം നായകനായി നവാഗതനായ ഉണ്ണി ശിവലിംഗം സംവിധാനം ചെയ്ത് ഇന്നലെ സെപ്റ്റംബർ 26 വെള്ളിയാഴ്ച തമിഴിലും തെലുങ്കിലുമായി റിലീസ് ചെയ്യപ്പെട്ട ഒരു സ്പോർട്സ് ഗാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ബൾട്ടി. ചിത്രത്തിൽ ശാന്തനു ഭാഗ്യരാജ്, പ്രീതി അസ്രാണി, അൽഫോൺസ് പുത്രൻ, സെൽവരാഘവൻ, പൂർണിമ മോഹൻ, ശിവ ഹരിഹരൻ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. ഈ സിനിമ ആദ്യ ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 85 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ 1 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ 2 ദിവസം കൊണ്ട് കേരളത്തിൽ മാത്രം 1,85,00,000 സ്വന്തമാക്കിയ സിനിമ 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനായി പ്രതീക്ഷിക്കുന്നത് 3-3.5 കോടി റേഞ്ചിലാണ്. പവൻ കല്യാൺ നായകനാകുന്ന തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയെ ദേ കാൾ ഹിം ഓജി ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 25 വ്യാഴാഴ്ചയാണ് തിയേറ്ററിലെത്തിയത്. സുജിത്ത് തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഇമ്രാൻ ഹാഷി, പ്രിയങ്ക മോഹൻ, അർജുൻ ദാസ്, ശ്രേയ ഷെട്ടി, പ്രകാശ് രാജ് എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമ 2ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 5,90,000 രൂപയാണ് കളക്ട് ചെയ്തത്. 2 ദിവസം കൊണ്ട് 21,65,00,000 രൂപയാണ് കേരള കളക്ഷൻ. സിനിമ കർണാടക കളക്ഷനായി 11,75,00,000 രൂപയാണ് 2 ദിവസം കൊണ്ട് സ്വന്തമാക്കിയത്. ആന്ധ്ര തെലങ്കാന കളക്ഷനായി 107,45,00,000 രൂപയും തമിഴ്നാട് കളക്ഷനായി 2,22,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. നോർത്ത് ഇന്ത്യ കളക്ഷനായി 2,46,00,000 ഉൾപ്പെടെ 124 കോടി രൂപയാണ് 2 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ ട്രാക്കേഴ്സ് കളക്ഷൻ ഡാറ്റ പ്രകാരം വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 2 ദിവസം കൊണ്ട് 171,50,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇനി 3ാം ദിവസമായി ഇന്ന് ശനിയാഴ്ചയിലെ കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് 15 കോടി റേഞ്ചിൽ നെറ്റ് കളക്ഷൻ സ്വന്തമാക്കിയ സിനിമ 18 കോടി റേഞ്ചിൽ ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ന് 25-30 കോടി റേഞ്ചിൽ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്ന ഈ സിനിമയ്ക്ക് ആദ്യ 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 200 കോടി റേഞ്ചിൽ എത്തിച്ചേരാനാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നോബൽ ബാബു തോമസിന്റെ തിരക്കഥയിൽ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത കരം എന്ന സിനിമ സെപ്റ്റംബർ 25 തിയേറ്ററിലെത്തിയത്. നോബൽ ബാബു തോമസിന്റെ പ്രധാന താരമാകുന്ന ഈ സിനിമയിൽ മനോജ് കെ ജയൻ, ജോണി ആന്റണി, കലാഭവൻ ഷാജോൻ, ബാബുരാജ്, രേഷ്മ സെബാസ്റ്റ്യൻ, ഇവാൻ വുക്കോമാനോവിക്ക് എന്നിങ്ങനെയാണ് താരങ്ങൾ. സിനിമ വ്യാഴം വെള്ളി എന്നിങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 77,50,000 രൂപയായിരുന്നു കളക്ട് ചെയ്തത്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ 25 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 1 കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തി നിൽക്കുന്നത്. സിനിമയുടെ വ്യക്തമായ വേൾഡ് വൈഡ് കളക്ഷൻ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും 1.5 കോടി റേഞ്ചിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഡെമോൺ സ്ലെയർ ഇൻഫിനിറ്റി കാസ്റ്റിൽ എന്ന ജാപ്പനീസ് ആനിമേഷൻ സിനിമ തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് 16 ദിവസമാണ് പിന്നിടുന്നത്. 15ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമ കേരളത്തിൽ 1,84,000 രൂപയാണ് കളക്ട് ചെയ്തത്. ആദ്യ 15 ദിവസം കൊണ്ട് 4,83,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള 15 ദിവസം കൊണ്ട് 66,18,00,000 രൂപയാണ് ഇന്ത്യൻ നെറ്റ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. 15 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 78,09,00,000 രൂപയുമാണ്. കേവലം $20 മില്യൺ മാത്രം ബഡ്ജറ്റുള്ള ഈ സിനിമ ആഗോള കളക്ഷനായി 15 ദിവസം കൊണ്ട് $560 മില്യൺ കളക്ട് ചെയ്തിട്ടുള്ളത്. മികച്ച കളക്ഷൻ നേടിയത് സൂപ്പർ ഹിറ്റ് വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയാണ് ജോളി LLB 3. അക്ഷയ് കുമാർ നായകനായി സുഭാഷ് കപൂർ തിരക്കഥ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 19 തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ അർഷാദ് വാഴ്സി, സൗരവ് ശുക്ല, അമൃത റാവു, ഹുമ ഖുറേഷി എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. സിനിമയുടെ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള 8 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 93 കോടി രൂപ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിട്ടുണ്ട്. വിദേശ കളക്ഷനായി 25 കോടി നേടിയെടുത്ത ഈ സിനിമ 118 കോടി രൂപയാണ് ലോകമെമ്പാടുമായി 8 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രത്തിന്റെ ബഡ്ജറ്റ് 120 കോടി രൂപയാണ്. ധനുഷ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് അഭിനയിക്കുന്ന ഇഡ്ഡലി കടായി എന്ന സിനിമ ഒക്ടോബർ 1 തിയേറ്ററിലെത്തുന്നത്. നിത്യ മേനോൻ, അരുൺ വിജയ്, സത്യരാജ്, പാർത്ഥിവൻ, ശാലിനി പാണ്ഡെ, സമുദ്രകനി, രാജ് കിരൺ എന്നിങ്ങനെയാണ് താരങ്ങൾ. ധനുഷിന് കൂടി നിർമ്മാണ പങ്കാളിത്തമുള്ള വണ്ടർ ബാർ ഫിലിംസ്, ഡോൺ പിക്ചേഴ്സ് എന്നിവയാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. റെഡ് ജയന്റ് സിനിമ വിതരണാവകാശം ഏറ്റെടുത്തിട്ടുള്ള ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് നാളെ രാവിലെ 10 മണിക്ക് കേരളത്തിലും ആരംഭിക്കുന്നതാണ്. ചിത്രത്തിന്റെ ഛായാഗ്രഹണം കിരൺ കൗശിക്കും എഡിറ്റിംഗ് പ്രസന്ന GKയുമാണ്. സംഗീത സംവിധാനം നിർവഹിക്കുന്നത് GV പ്രകാശ് കുമാർ. കേരളത്തിൽ ഈ സിനിമയുടെ വിതരണം ഏറ്റെടുത്തിട്ടുള്ളത് ഹസൻ മീനു അസോസിയേറ്റ് ആണ്, അഥവാ HMA. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.